ഇപ്പൊ എനിക്ക് 19 വയസ്സ്. ഈ 19 വയസ്സിന്റെ ഇടയ്ക്ക് ഈ ഇങ്ങനെ പങ്കെടുക്കാൻ ഏതൊക്കെ റിയാലിറ്റി ഷോയോ ബാക്കിയുള്ളൂ? അത് രസമാണല്ലേ? രസം പൊതുവെ കോമ്പറ്റീഷൻ അത്ര രസമല്ല. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഇതുണ്ടാവുമല്ലോ. നമുക്ക് നോർമൽ സ്റ്റേജ് ഷോസ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പൊതുവെ റിയാലിറ്റി ഷോസ് എന്ന് പറയുമ്പോൾ. പക്ഷെ എന്നാലും ഇത്രയും നല്ല നല്ല ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം. പക്ഷെ ആ റെസ്ട്രിക്ഷൻസിനുള്ളിൽ നിന്നിട്ട് കഴിവ് കാണിക്കുമ്പോഴല്ലേ രസം എന്ന് പറയുന്നത്. ഒരു ഷോയുടെ പാക്കേജസ് ഉണ്ടാവും, ചില പാട്ടുകൾ നമുക്ക് ചിലപ്പോൾ റൈറ്റ്സ് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മളത് പാടി പ്രതിഫലിപ്പിക്കുക. ചിലപ്പോൾ നമ്മുടെ ജോണർ അയക്കണമെന്നില്ല. അതെ, അതുണ്ട് കേട്ടോ. റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൂര്യ ടി വിയിലൊക്കെ പോകുന്ന ആദ്യം എൻ്റെ അങ്ങനെയാണ്. അതുവരെ എനിക്ക് ഇന്ന് ഒരു ലാംഗ്വേജ്, ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പാടുന്നത്. ഇതിപ്പോൾ എല്ലാ ലാംഗ്വേജ് പാടണം, ഇന്ന് എല്ലാ ജോൺറസും പാടണം, അങ്ങനെയൊക്കെ ഉള്ളത് റിയാലിറ്റി ഷോയിൽ വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് റൗണ്ട്സ് ഉണ്ടാവും. അത് ഒരു സിംഗർ ഫിനാലെ വരെ എത്തണമെങ്കിൽ ഹി ഓർ ഷീ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ഡൂയിങ് എവറിത്തിങ് എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിൻഡ് ആവും. ഒബ്വിയസ്ലി നമ്മൾ ട്രെയിൻഡ് ആവും. പിന്നെ ഒരു സ്ട്രെസ്സിൽ നിന്ന് എങ്ങനെ പെർഫോം ചെയ്യാം, പാടാം എന്നൊക്കെ ഉള്ളത് ആണ് മെയിനായിട്ട് നമുക്ക് കിട്ടുക. കാരണം പൊതുവെ ഒരു എലിമിനേഷൻ റൗണ്ടൊക്കെ വരുമ്പോൾ റിയാലിറ്റി ഷോയിൽ ബീജൊക്കെ വരും, ടും 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 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി. അത് മറ്റൊരു തരത്തിലുള്ള നമുക്ക് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും സ്റ്റേജ് ഷോസിനൊക്കെ വരുമ്പോൾ പിന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തൂടെ? ഓഡിയൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് കേപ്പബിൾ ആവില്ലേ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്? അതെ അതെ, ഒബ്വിയസ്ലി. സ്റ്റേജ് ഷോസിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം സ്റ്റേജ് ഷോസിൽ പാടാനാ. കാരണം ജനങ്ങൾ ഇരിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് അവരെ ലൈവായിട്ടുള്ള അവർക്ക് വരുന്ന ഇമോഷൻസ് എന്താണ്, അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള അറിഞ്ഞിട്ട് ഗിവ് ആൻഡ് ടേക്ക് പോലെ കൊടുക്കുന്നതാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. അത് ഭയങ്കര ഇഷ്ടം ലൈവ് ഷോസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റിയാലിറ്റി ഷോസിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസിലൂടെ പോകുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഇതുപോലത്തെ മെൻറ്ററിങ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ട്രെയിൻഡ് ആവും ഇങ്ങനെ പാടണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരുപാട് മെൻറ്റേഴ്സ് പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് സിംഗിങ് സ്റ്റൈല്, എങ്ങനെ അത് ഡെവലപ്പ് ആവണം, എന്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ റാപ്പേഴ്സ് വന്നിട്ട് സീൻ പിടിക്കുന്ന ഒരു കേരളമാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ ഒരു എനർജി എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. പിന്നെ ആ റാപ്പിൻ്റെ സ്റ്റൈലും അറിയാമല്ലോ, ഹിപ്പോപ്പാണ് അവർ കൂടുതലും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹൈ എനർജിയിൽ ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് വിടുമ്പോൾ തിരിച്ചു കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഇങ്ങനെ തരിച്ചു വരില്ലേ, ആ ഒരു സാധനമാണ്. അവർ നമ്മൾ തമ്മിലൊരു കണക്ഷൻ വരും. സ്റ്റേജിൽ നിന്ന് പാടുന്നവരും നമ്മൾ ഓഡിയൻസും തമ്മിലൊരു ഭയങ്കര കണക്ഷൻ വരും. പക്ഷെ മറ്റ് ഇപ്പം നിങ്ങളൊക്കെ ചെയ്യുന്നതിനകത്തൊന്നും അത്ര വലിയൊരു സ്വഭാവം ചിലപ്പോഴൊക്കെ വന്നു പോയുള്ളൂ, ചില പാട്ടുകൾക്ക് കിട്ടുമെന്നല്ലാതെ. പക്ഷെ അതങ്ങനെ ടെമ്പോ നിലനിർത്തുന്ന കാണുമ്പോൾ നിങ്ങളൊക്കെ പോയി അത് കാണുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ഷോ ഇങ്ങനെ ആക്കണമെന്നാണോ? എന്താണ് അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ കൺഫൈൻ ചെയ്ത് അങ്ങനെ പാടല്ലേ, ഇന്ന് ഇത് മാത്രം പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എന്താണോ ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് അത് പാടുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറ്. ഒരു സിംഗറിൻ്റെ ഇതാണല്ലോ അത്. പിന്നെ ബാക്കി ഏതൊരു ഫീൽഡിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ സുഖമുള്ളൊരിതാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പറഞ്ഞല്ലോ, റാപ്പേഴ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഓഡിയൻസിൻ്റെ എനർജി, ബാക്കിയെല്ലാം നമ്മളൊരു സ്പേസിനുള്ളിലിരുന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നു, ആരും അറിയുന്നില്ല, അത് പുറത്ത് പോകുന്നു, അങ്ങനെയല്ലേ. അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈവായിട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. അതെ, ലൈവാണ്, അത് ഭയങ്കര രസമാണ്. അപ്പോൾ അത് പാടിക്കൊടുക്കാമെന്നല്ലോ. പിന്നെ ഒരു ശരിക്കുള്ളൊരു ലിസണർ, പാട്ട് ആസ്വദിക്കുന്ന ആൾക്ക് അങ്ങനെ ഇന്ന പാട്ട് വേണമെന്നൊന്നുമില്ല. അതിപ്പം SPB സാറിൻ്റെ പാട്ടുകൾ ആസ്വദിക്കുന്ന എത്രയോ പേരുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് SPB സാറിൻ്റെ പാട്ട് കേട്ടാൽ ഇപ്പോഴും കരയും ആള്. വെറുതെ TV-യിൽ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കേൾക്കായിരിക്കും, പക്ഷെ ഇങ്ങനെ കരയും. അത് പക്ഷെ ഇന്ന പാട്ടായിരിക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഡിഫറെൻറ്റ് ഇമോഷൻസ് വരും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്, പല പല നല്ല നല്ല പാട്ടുകൾ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. പാട്ടുകാരി മുമ്പിലിരുന്ന് എന്തായാലും പാടണം. എനിക്ക് തോന്നുന്നു ശരത് സാറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ശരത് സാറിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയല്ലോ? ശരത് സാറിൻ്റെ പാട്ട് ഓക്കെ പാടാം. ശരത് സാറിൻ്റെ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ പാടണം, ശരത് സാർ ആയതുകൊണ്ട്. സാർ കുട്ടി പാടാൻ പോകുന്നുണ്ട്, ശ്രദ്ധിച്ചോളാം. ചിലപ്പോ നാളെ വരും. എന്നെ എന്തായിരുന്നു വിളിക്കുക, ഭൂതെന്നോ എന്തോ വിളിക്കൂ ശരത് സാറെ. കുട്ടിച്ചാത്താന്ന്, അതെ കുട്ടിച്ചാത്താന്ന് വിളിക്കും ശരത് സാർ. ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുല
കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തിയിൽ. ഈ കാറ് ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് വിട്ടില്ലേ, അതേപോലെ നിങ്ങൾ ഓരോ ഇതിലൂടെ പോകുമ്പോൾ ഞാനും ആ ഇതിലൂടെയൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ ഉള്ളുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കും ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട്. സാറ് പറഞ്ഞിട്ടുണ്ട് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും പാടിയ പാട്ടാണ് ശ്രീരാഗം. ഇനി പുള്ളിയും കൂടെ പാടാൻ ബാക്കിയുള്ളൂ. പാട്ടിന്റെ വഴിയിൽ എനിക്ക് തോന്നുന്നു ക്ലാസിക്കല് കർണാട്ടിക്കാണോ പഠിച്ചത്? ഞാൻ ചെറുപ്പത്തിൽ കർണാട്ടിക്കായിരുന്നു പഠിച്ചത്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എനിക്ക്, ഒരുപാട് പേരെടുത്ത് ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. കർണാട്ടിക്ക മാത്രമേ പഠിച്ചിട്ടുള്ളൂ? കർണാട്ടിക്ക പഠിച്ചത്. എനിക്ക് ഹിന്ദുസ്ഥാനി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അത് നോർത്ത് ഇന്ത്യയിൽ തന്നെ പോയി പഠിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം. അവിടെ മുംബൈയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ പൊതുവെ എനിക്ക് അതിനൊരു ഫാസിനേഷൻ ഉണ്ട് ഇപ്പം. അപ്പം പൊതുവെ ഇപ്പം നമ്മൾ ഹിന്ദി റിയാലിറ്റി ഷോയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സിംഗേഴ്സ് എന്ന് പറയുമ്പം ഹിന്ദുസ്ഥാനി ട്രെയിൻഡ് ആണ്. അപ്പോൾ ആ ഒരു ഇതിനോട് എനിക്കൊരു അട്രാക്ഷൻ വന്നിട്ടുണ്ട്, ഹിന്ദുസ്ഥാനിനോട്. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെ, ഏതായാലും പെട്ടെന്ന് നടക്കട്ടെ. എല്ലാം അതിനകത്തൂടെ പോകുമ്പോഴാണല്ലോ നമുക്ക് ശരിക്കും അതിന്റെ ഉള്ളൊക്കെ മനസ്സിലാവുക. നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് പറയുന്നത് പോലെ അല്ലല്ലോ. ഇനിയൊരു വിദ്യാസാഗർ പാട്ട്. കാറ്റോട് മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം. അങ്ങനെയൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ രസമില്ല. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അത് ഭയങ്കര ഭംഗിയുള്ള പരിപാടിയാണ്. പുതുതായി കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് ആ ഫ്രഷ്നെസ് കൂടും. ചിലർ അംഗീകരിക്കില്ല, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ്റെ കാലത്ത് ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ പോലും അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നുണ്ട്. നല്ല പരിപാടി. നിങ്ങൾക്ക് ശരിക്കും പാട്ടെന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി പാട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരാളുടെ പ്രൊഫഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമ്മളത് പഠിക്കുകയാണല്ലോ. ചിലപ്പോൾ നമുക്ക് വേറെ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം. അതേപോലെ നിങ്ങൾക്ക് ശരിക്കും പാട്ട് തന്നെയാണോ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ്? അതായത് പാട്ടിങ്ങനെ പാടുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ പാടുന്നതാണോ? പാട്ട് പഠിച്ചു പോയത് കൊണ്ട് നമ്മൾ റിയാലിറ്റി ഷോസിന് പോകുന്നതാണോ? അതേ ഉള്ളിൽ പാട്ട് തന്നെയാണോ? അത് ചെറുപ്പത്തിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പാട്ട് എനിക്കറിയില്ല, ഇങ്ങനെ പാടുമെന്നൊന്നും അച്ഛനമ്മയ്ക്ക് അറിയില്ലല്ലോ. അപ്പം ഞാൻ അമ്മേൻ്റെ പഴയ കുഞ്ഞി ഫോൺ എടുത്തിട്ട് ഇങ്ങനെ അലൈപ്പായുതേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ് ഉണ്ട് കൃഷ്ണൻ്റെ. അപ്പം അതിങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മേലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആ പാട്ട് ചെവിൻ്റെ അടുത്ത് വെച്ചിട്ട് കൂടെ ഇങ്ങനെ പാടുമായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരുന്നിട്ട് അതിൽ ഞാൻ ഹാപ്പി. പിന്നെ വീട്ടിലെ ആൾക്കാർ വരുന്ന സമയത്ത് മോളൊരു പാട്ട് പാടെന്ന് പറയുമ്പോൾ പാട്ട് പാടിക്കൊടുക്കും. അപ്പോൾ അവരുടെ റിയാക്ഷൻ കാണുമ്പോഴുള്ള ആ സന്തോഷമൊക്കെ. അപ്പോൾ പാട്ടിനോട് പൊതുവേ ഒരു ഇഷ്ടമാണ്. പിന്നെ പഠിച്ച് ഇതുപോലെ പാടിയൊക്കെ തുടങ്ങിയതിന് ശേഷം ഇപ്പം എന്തൊരു കൺഫ്യൂഷൻ തോന്നുമ്പോൾ ഒരു പാട്ട് പാടുക, അല്ലെങ്കിൽ കുറച്ച് സങ്കടം തോന്നുമ്പോൾ കുറച്ച് നേരം പാട്ട് പാടിയിരിക്കുക, സ്ട്രെസ്സ് വരുമ്പം കുറച്ച് നേരം പഠിക്കാനൊക്കെ പറ്റിയില്ലെങ്കിൽ എക്സാംസിൻ്റെ സമയത്തൊക്കെ പഠിച്ച് തീർന്നിട്ടില്ലെങ്കിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെറുതെ ചുമ്മാ പാട്ടൊക്കെ പാടിയിരിക്കുമ്പോൾ ഒരു സുഖമാണ്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ പാട്ടെന്ന് പറയുമ്പം അത്രയും ക്ലോസ് ടു ഹാർട്ടാണ്. ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ പാട്ട് ഉള്ളിലുണ്ടാവണം. ഇപ്പോൾ നമ്മളത് പഠിച്ചു വന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മളിതിങ്ങനെ ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ളിൽ എത്രത്തോളം പാട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിലരുടെ ശരീരത്തിൽ കംപ്ലീറ്റ് പാട്ടാണെന്ന് നമുക്ക് തോന്നും. അത്രയ്ക്കും ഭയങ്കര ഒരു സ്നേഹം ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ പാട്ടിനെ കുറിച്ച് പറയുമ്പോഴും സത്യത്തിൽ ഈ ബാക്കി എൻ്റെ കൂടെയുള്ള ചിലപ്പോൾ 10 പേരെന്ന് പറയുന്നത് എന്നെക്കാളും ഏറ്റവും മുമ്പിൽ, ഞാൻ ഏറ്റവും പുറകിലായിരിക്കും ചിലപ്പോൾ പാട്ടിൻ്റെ കാര്യത്തിൽ. അങ്ങനെ പാട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുന്നവർക്കൊക്കെ പാട്ട് ഇങ്ങനെ രക്തത്തിൽ അലിഞ്ഞ ചില പാട്ടുകാരെ കാണുമല്ലോ. എന്താണ് ശരിക്കും, അതാണ് എൻ്റെ ചോദ്യം, എത്രത്തോളം ഇങ്ങനെ അലിഞ്ഞാണ് പാട്ടിനോട് നമ്മൾ ആ യാത്ര നടത്തുന്നതെന്നാണ് ചോദ്യം. പാട്ട് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഇപ്പം മെയിൻ പാർട്ടായി മാറിയല്ലോ പാട്ട് എന്ന് പറയുമ്പം. പണ്ടൊക്കെ നമുക്കറിയില്ല അതെങ്ങനെയാണ്, ജസ്റ്റ് പാടുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ അത് പാട്ടില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഷോസിലും ബാക്കി ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ ആണ് ഇത് ബൂസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഇമോഷൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പാട്ടുകൊണ്ട് മറികടക്കാൻ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉള്ളിലുണ്ടെന്നാണ്. ചെറിയ പ്രായത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഏത് പ്രായത്തിൽ എത്തുമ്പോഴായിരിക്കും ഇത് ശരിക്കും പാട്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്, നമ്മൾ അങ്ങനെ തന്നെ കാണണം എന്നൊക്കെ തോന്നിയത്? ശരിക്കും ചെറുപ്പത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛനും അമ്മയായിരുന്നു കൂടുതൽ എന്നെ പാട്ട്
കൊണ്ടുപോകാനും പാട്ട് പഠിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ഇത് കൂടുതൽ സീരിയസ് ആയിട്ട് കാണിച്ചിരുന്നത്. ഇപ്പോഴും അതെ, അച്ഛനും അമ്മയ്ക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും പാട്ട് പാടിയില്ലെങ്കിലും അത് ഭയങ്കര ഇതായിട്ട് പറയും, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയും പാട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്, ഇത് എത്ര വലിയൊരു സംഭവമാണെന്നുള്ള കാര്യം. അപ്പോഴാണ് ഞാൻ ഇതിനു വേണ്ടി ശരിക്കും ഇതിങ്ങനെ ഒരു സംഭവമാണെന്നുള്ള റിയലൈസേഷൻ എനിക്ക് വരുന്നത്. അത് എന്തുകൊണ്ട് മുന്നേ ഉണ്ടായില്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ മനസ്സിലായി എനിക്ക് അത് അങ്ങനെ. അപ്പം ഞാൻ തന്നെ എഫേർട്ട് എടുത്ത് അതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓരോ സോങ്സ് എടുക്കുക, പഠിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. അതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെയാണ് ഈ നല്ല ഗായകരെ കാണുമ്പോൾ നമ്മൾ അതേപോലെ ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് നമ്മൾ ചിലരെയൊക്കെ അനുകരിക്കാനോ അതേ സ്റ്റൈലിൽ തന്നെ പാടാനോ ഒക്കെ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടും. ഒരു അസൂയായിട്ടല്ല അതിനെ കാണുക, നമുക്കതിനെ കിട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രായം അതാണ്. അപ്പം അത് തന്നെ ആർജിച്ചെടുക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യോ, ഇങ്ങനെ തന്നെ വരുത്തിയേ പറ്റൂ, ഇങ്ങനെ പാടണം? അതായത് ഇപ്പോൾ ഒരു സിംഗറിൻ്റെ ഒരു പാട്ടെടുത്തു, അപ്പോൾ എനിക്കൊരു സാധനം കിട്ടിയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പാട്ടുണ്ട് യേശുദാസ് സാർ പാടിയ ഹിന്ദിയിൽ, ഗംഗേക്കരെ മന്നനടി കണ്ണൻ മല കണ്ണനടി, അതിലൊരു സംഭവം കൺമണിയേരാതയനും കാതലിയെ നാൻ വിരുമ്പും പെൺമണിയെ ആടകട്ടും പൈങ്കിളിയെ കണ്ണൻ വந்தான் பாட்டிசைக்க கவலைகளை விட்டுவிடு கால் சலங்கை சத்தமிட மேடையிலே வட்டமிடு സംഭവമുണ്ട്. അത് ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് 10 വയസ്സുള്ളപ്പോൾ സൺസിംഗറിൽ പാടുന്ന സമയത്ത് രാകേഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അറിയായിരിക്കും, സി ടി വിയിലൊക്കെ ജൂറി ആയിട്ട് ഇരുന്ന രാകേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സിംഗറാണ്. അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു ഈ പാട്ട് പാടണം, സെമി ഫൈനലിലോ അങ്ങനെയാന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു സാധനം ആ പാട്ടിലുണ്ട്, ഇതെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും, ഈ ഒരു പ്രത്യേക എന്നുള്ളൊരു സംഭവം. അപ്പം എനിക്ക് വരുന്നില്ല, ഞാനിത് കേട്ടിട്ട് മനസ്സിലാവണ്ടേ. അന്ന് എനിക്കറിയില്ല ഈ പാട്ട് സ്ലോ ആക്കി കേൾക്കുന്ന ഒരു ആപ്പ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അപ്പോൾ എന്നിട്ട് ആ സ്പീഡ് കുറച്ച് സംഗതികൾ ബ്രേക്ക് ചെയ്ത് പഠിക്കുക, അപ്പോൾ ഈസി ആയിരിക്കും. അപ്പം അന്നൊക്കെ ഇതിനോടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് പഠിക്കുമല്ലോ. അപ്പം ഇതിങ്ങനെ പഠിക്കണം ഈ ഒരു ടൈം ഇത് പഠിച്ചിരിക്കണം എന്നുള്ള ഒരു സംഭവം വരുന്നത്. പിന്നെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അത് ഞാൻ പലരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, നമ്മളൊരു സിംഗറിൻ്റെ വോയിസ് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സ്ട്രെയിൻ ആവില്ല, നമ്മളത് വോയിസിനും കേടാണ്, മൊത്തത്തിൽ അത് സ്ട്രെയിൻ ആയിരിക്കും ഒരു സിംഗറിന്. എനിക്ക് എൻ്റെ വോയിസിൽ പാടുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, ആ ഒരു ഫ്രീഡം ഉണ്ടാവും വിത്തിൻ നമുക്കുണ്ടാവും. അപ്പോൾ എൻ്റെ വോയിസിൽ തന്നെ ആ സിംഗർ പാടി വെച്ച ആ സാധനം ഞാൻ അങ്ങനെ തന്നെ പഠിക്കും അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാൻ ആ പാട്ട് പാടി കുറേ കാലമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നും ഇവിടെ എന്തെങ്കിലും ഒരു ഇംപ്രവൈസേഷൻ ചെയ്താലോ എന്നൊക്കെ, അപ്പം ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ. വിഷ്ണുമായിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയില്ല? എനിക്കിഷ്ടമുള്ള ഒരു പാട്ട്, അച്ഛൻ പഴയ പാട്ട് ഹിന്ദി പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാറുണ്ടായിരുന്നു പണ്ട് തൊട്ടേ വീട്ടിൽ റേഡിയോയിലൊക്കെ. പഴയ ഹിന്ദി പാട്ടിൻ്റെ ഫാൻ അച്ഛൻ. അപ്പോൾ ഈ ലതാജിൻ്റെ ഒക്കെ ലഗ്ജാഗലെ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രേയാജി പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ലഗ്ജാഗലെ ഭയങ്കര ഫേവറേറ്റ്സ്, അത് ഓൾ ടൈം ഫേവറേറ്റ്, എത്ര കേട്ടാലും മടുക്കാത്തൊരു പാട്ടത്. അപ്പം അത് പാടും. जी भर के देख लीजिए हमको करीब से. ശരിക്കും ഇപ്പോൾ പഠിക്കുന്നത് പാട്ടല്ലാതെ BCA സെക്കൻഡ് ഇയർ ചെയ്യാം. വേറെന്തൊക്കെ ആക്ടിവിറ്റീസ് പാട്ടല്ലാതെ? അഭിനയത്തിൽ എനിക്കറിയില്ല, അഭിനയിക്കാൻ പറ്റുമായിരുന്നു എന്നറിയില്ലായിരുന്നു, പക്ഷേ ഹിന്ദിയിലൊക്കെ പോയപ്പോൾ അവർ കുറേ അഭിനയിപ്പിച്ചു. അപ്പം അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെന്താ ഉറങ്ങുക, അതൊക്കെയാണ് ഞാൻ മെയിൻലി ചെയ്യുന്ന കാര്യം. പറഞ്ഞ ഉറങ്ങലാണ്, അത് വിട്ടൊരു കളിയില്ലായിരുന്നു, ഉറക്കം കുറച്ച് കൂടിപ്പോയി എന്നൊക്കെ. പിന്നെന്താ, ഭക്ഷണത്തില് പ്രോഗ്രാമിന്റെ മുന്നേ അങ്ങനെ
തൊട്ട് മുന്നേക്ക് തണുപ്പ് കഴിക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ആ നേരത്തെ ഒന്നും പോയിട്ട് കഴിക്കാറില്ല. പക്ഷെ പൊതുവെ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നോ പിന്നെ ഇതെനിക്ക് പിന്നീട് ഒരു പ്രശ്നമായിട്ട് ആവാറുണ്ട് പിന്നെ അത് കഴിക്കുമ്പോൾ. സോ ശീലിപ്പിക്കുകയാണ് എല്ലാം കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പൊതുവെ ഇങ്ങനെ ചിന്തിക്കാറില്ല. പിന്നെ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അത് അച്ഛനമ്മ ചേച്ചി എപ്പോഴും കൂടെ വേണം എനിക്ക്. ആരാധകരെ എങ്ങനെയാണ് ശാന്തരാക്കുന്നത്? ആരാധകരെ ശാന്തരാക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല. ഇല്ല. ഇൻസ്റ്റയിലൊന്നും പോയിട്ട് പ്രതികരിക്കുന്നില്ല ആരാധകരോട്? റിപ്ലൈ കൊടുക്കാറുണ്ട് ഞാൻ. ഒരുപാട് പേര് ഇപ്പോൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ലോങ് നോട്ടൊക്കെ എഴുതി അയക്കും. അപ്പോൾ അവർ അത്രയും എഫേർട്ട് ഇട്ട് നമുക്ക് വേണ്ടി അത്രയും അവർ പറയാന്ന് തന്നെ പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ. അച്ഛനമ്മയും പൊതുവെ അങ്ങനത്തെ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, പാട്ട് പഠിക്കുക പാടുക എന്നുള്ളത് പറയുന്നതിലും കൂടുതൽ പഠിപ്പിക്കാറ് എന്നെയും എൻ്റെ സിബ്ലിംഗ് ചേച്ചീനെയും. ഈ എങ്ങനെ ആൾക്കാർ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്ന സമയത്ത് അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള സംഭവം ചെറുപ്പം തൊട്ടേ ഞങ്ങളെ ഗൈഡ് ചെയ്യാറുണ്ട്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഏതൊരു വലിയ പൊസിഷനിലെത്തിയാലും നമ്മൾ ഏത് ജോലിയിലാണെങ്കിലും അതാണ് മെയിൻ. അതില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പറയാറുണ്ട്.